ഏറ്റുമാനൂരപ്പൻ്റെ മണ്ണിൽ ആറാട്ടാണ് കേട്ടോ. ഞാനും അമ്മയും കൂടെ വൈകുന്നേരം ആറാട്ട് കൂടാൻ വേണ്ടി പോവുകയാണേ. കുറച്ച് ലേറ്റായി. ഞങ്ങൾ ബസ്സിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അമ്പലത്തിലോട്ട്. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒത്തിരി താമസിച്ചാണ് ഇറങ്ങിയത്. ഇത്തിരി താമസിച്ചു. ആറാട്ട് കുറച്ച് മുമ്പോട്ടേക്ക് പോയിരുന്നു കേട്ടോ. നല്ല ആൾക്കാരും നല്ല തിരക്കൊക്കെ ആയതുകൊണ്ട് ഫ്രണ്ടിലോട്ട് പോകാൻ പറ്റിയില്ല. ഇത് വഴിയിലൊക്കെ ഉത്സവത്തോടനുബന്ധിച്ച് എല്ലാവരും അലങ്കരിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ദാ അവിടെയുണ്ട്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ എല്ലാം കാണാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ഉണ്ണിയപ്പം ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ അത് മേടിച്ചു. കുറച്ച് പലഹാരവും അപ്പച്ചൻ്റെ കയ്യിൽ നിന്ന് മേടിച്ചിട്ട് അപ്പച്ചൻ തന്നെ മാറി നിന്നാൽ ഇങ്ങനെ ഉണ്ടാക്കണം കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് മേടിച്ചു ഉണ്ണിയപ്പം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. പിന്നെ അമ്മ അടുക്കളയിലോട്ട് വേണ്ട കുറച്ച് സാമഗ്രികളൊക്കെ മേടിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ കമ്മലുകൾ സൂപ്പറായിരുന്നു. അവിടുത്തെ കമ്മൽ കളക്ഷൻ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ അവിടുന്ന് അച്ച് കുത്തണം. അമ്മയ്ക്ക് കയ്യിൽ അച്ച് കുത്തണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് അമ്മ കയ്യിൽ അച്ച് കുത്തി. അമ്മയ്ക്ക് അതിൻ്റെ സന്തോഷം മുഖത്ത് കാണാനുണ്ട്. ഞാനും എന്നാൽ മൈലാഞ്ചി അടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടോ. ആദ്യം കുറച്ച് അടിച്ചാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേനും ആ പുള്ളി 50 രൂപയ്ക്കുള്ളത് എനിക്ക് അടിച്ച് തന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോയേ. നല്ല ഭംഗിയായിട്ടാണ് ചെയ്ത് തന്നത്. ഞാൻ ഓർത്ത് എൻ്റെ കൈ പൊള്ളുവോ ഇല്ലയോ എന്നൊക്കെ എനിക്ക് പേടിയായിരുന്നു. പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല. ആദ്യം 30 രൂപയുടെയാണ് പറഞ്ഞത്. പക്ഷേ അങ്കിള് ചെയ്ത് തന്നത് 50 രൂപയ്ക്ക് കയ്യിൽ ചെയ്ത് തന്നു. കൈ നിറച്ചും ചെയ്ത് തന്നു. നല്ല ഭംഗിയായിട്ടാണ് ചെയ്തത് കേട്ടോ. എനിക്കൊത്തിരി ഇഷ്ടമായി അത് ചെയ്തത്. നിങ്ങൾ തന്നെ കണ്ടു നോക്ക്. നല്ല ഭംഗിയില്ലേ? സൈഡിലും ഒക്കെ ചെയ്തേ. സൈഡിലെല്ലാം ചെയ്ത് നല്ല ഭംഗിയായിട്ടാണ് കൈ ആക്കി തന്നത്. സത്യത്തിൽ ഈ വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി കുറച്ച് ലേറ്റായി കേട്ടോ. ആറാട്ട് കഴിഞ്ഞ് 2 ദിവസമായി. എന്നാലും നിങ്ങളെ കാണിക്കണ്ട ഞാൻ ഈ വീഡിയോയിൽ എടുത്തത്. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണേ. അത്യാവശ്യം കുറച്ച് തിരക്കായി വരുന്നുണ്ട്. സന്ധ്യ ആയായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കായിട്ട് നല്ല ഡെക്കറേഷനൊക്കെ അല്ലേ ഫ്രണ്ടിൽ. കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. കുറച്ച് കുഞ്ഞു കുഞ്ഞു കടക്കാരും ഒക്കെ ആയിട്ട് അവിടെ ഉണ്ട്. ഞങ്ങൾ അവിടെ എല്ലാം ഒന്ന് നോക്കി ചുറ്റിക്കറങ്ങി. ഒരുപാട് ആൾക്കാർ വന്നു പോയി ഇരിക്കുന്നു. കുറച്ച് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അങ്ങനെ ഞാനും അമ്മയും കൂടെ ഒന്ന് സെൽഫി ആയിട്ടൊന്ന് നമ്മൾ ഒരുങ്ങിയതൊക്കെ കാണണ്ടേ നിങ്ങൾക്ക്. അങ്ങനെ ഞങ്ങളത് എടുത്തു. ഇനി അമ്പലത്തിൻ്റെ അകത്തോട്ട് പോകാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ അമ്പലത്തിൻ്റെ അകത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആൾക്കാർ അമ്പലത്തിൽ നിന്ന് തൊഴുത്ത് ഇറങ്ങുന്നവരും ഉണ്ട്, അങ്ങോട്ട് പോകുന്നവരും ഉണ്ട് കേട്ടോ. നിങ്ങൾ അമ്പലത്തിൻ്റെ അകമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഏറ്റുമാനൂരമ്പലത്തിൽ വരാത്തതായിട്ടുള്ള ചുരുക്കം ആൾക്കാർ മാത്രമേ ഉള്ളൂ കേട്ടോ. കേരളത്തിൽ കോട്ടയത്ത് അറിയപ്പെടുന്ന ഒരു അമ്പലമാണ് ഏറ്റുമാനൂർ അമ്പലം. അവിടുത്തെ ആറാട്ട് ഏഴരപ്പൊന്നാന എന്നൊക്കെ പറഞ്ഞ ഐതിഹ്യത്തിൽ തന്നെ പ്രശസ്തമായ ഒരു കാര്യമാണ്. ഇത് അമ്പലത്തിൻ്റെ അകമാണ്. അകത്തും നല്ല തിരക്കുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ കേട്ടോ. അമ്മ വീഡിയോ എടുത്ത് ഞാൻ അറിയാതെ. ഇതാണ് ആസ്ഥാന മണ്ഡപം. അതായത് അവിടെയാണ് ഏഴരപ്പൊന്നാനയ്ക്കുള്ള സ്വർണത്തിൻ്റെ ആനകളെ വെച്ചിരിക്കുന്നത്. എനിക്ക് കൃത്യമായിട്ട് പറയാനൊന്നും അറിയില്ല. അതെ ഒരു കുട്ടപ്പൻ ഇന്ന് കുളിക്കുന്നത് കണ്ടോ. ആറാട്ടിന് 3 ആന പോയി. ഈ ഒരു ആനക്കുട്ടൻ അവിടെ നിന്ന് കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. വരവേൽക്കാനുള്ള ആനയാണ്. അമ്മ തേണ്ട വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നടന്ന് കാണിക്കുക തന്നെ. ഇതാണ് രാത്രി വ്യൂ കേട്ടോ. രാത്രി അമ്പലത്തിൻ്റെ അലങ്കാരപ്പണികളാണ് ഇത് കേട്ടോ. നല്ല ഭംഗിയായിട്ടില്ലേ? ഞങ്ങളവിടെ എല്ലാം ഒന്ന് ചുറ്റിക്കറങ്ങി എല്ലാം ഒന്ന് കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങളെല്ലാം ഒന്ന് കണ്ടിട്ട് തിരിച്ച് പോകാമെന്ന് ഓർത്തിട്ട് അവിടെ നിൽക്കുകയാണ് കേട്ടോ. എങ്ങനെയുണ്ട്? ഞങ്ങളെ കാണാൻ സുന്ദരികളല്ലേ? ഇഷ്ടപ്പെട്ടോ ഞങ്ങളെ? ഞങ്ങൾ പിന്നെ അവിടുന്ന് തിരിച്ച് പോരും കേട്ടോ. ഇതാണ് ഫ്രണ്ടിൽ ആർച്ചിൻ്റെ അവിടുത്തുള്ള അലങ്കാരമൊക്കെ അങ്ങനെയാണ് കേട്ടോ. അവിടെ ഇത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാനുള്ള അവിടെ തയ്യാറെടുപ്പാണ്. ആ ഒരു സൈഡിലായിട്ട് എന്തോ ഫ്യൂഷൻ എന്തോ അവിടെ പ്രോഗ്രാം ഉണ്ട്. ഞങ്ങളതൊന്നും കാണാൻ നിന്നില്ല. ഞങ്ങൾ ബസ്സിൽ കയറി. ഇതാണ് ഫ്രണ്ട് കേട്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. അങ്ങനെ ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ സാധനങ്ങളൊക്കെ മേടിച്ച് കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളങ്ങനെ വീട്ടിലോട്ട് പോകാം. ടാറ്റാ.